Admission of a partner. Question number 64. NCERT exercise 30. A and B share profits in the proportion of 3/4 and 1/4. Their balance sheet on 31 December 2006 was as follows. Old partners ആരൊക്കെയാണ്? A and B ആണ്. അവരുടെ ഓൾഡ് റേഷ്യോ 3:1 ആണ്. അവർ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബാലൻസ് ഷീറ്റ് എന്നാണ് 31 ഡിസംബർ 2006 31 ഡിസംബർ 2006 എയുടെയും ബിയുടെയും അക്കൗണ്ടിംഗ് റെക്കോർഡ്സിൽ ഉണ്ടായിരുന്ന ലെഡ്ജർ അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്, അതിലുള്ള ബാലൻസ് എത്രയൊക്കെയാണ്, അല്ലെങ്കിൽ ഈ 31 ഡിസംബർ 2006 എയുടെയും ബിയുടെയും ബിസിനസ്സിലുണ്ടായിരുന്ന അസറ്റ്സും ലയബിലിറ്റീസും ഏതൊക്കെയാണ്, ഈ ഡീറ്റെയിൽസ് ആണ് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. ലയബിലിറ്റീസ് ഏതൊക്കെയായിരുന്നു? സൺട്രി ക്രെഡിറ്റേഴ്സ്, റിസർവ് ഫണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അസറ്റ്സ് ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അതിൻ്റെ താഴെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? On 1st January 2007, C was admitted into partnership on the following terms. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. ആരാണ് പുതിയ പാർട്ട്ണർ? സി ആണ്. അപ്പോൾ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തപ്പോഴുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. എ, സി പേസ് ₹10,000 ആസ് ഹിസ് ക്യാപിറ്റൽ. സി കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റൽ എത്രയാണ്? 10,000 ആണ്. ബി, സി പേസ് ₹5,000 ഫോർ ഗുഡ് വിൽ. ന്യൂ പാർട്ണർ കൊണ്ടുവന്നിരിക്കുന്ന ഷെയർ ഓഫ് ഗുഡ് വിൽ 5,000 ആണ്. ഹാഫ് ഓഫ് ദിസ് സം ഈസ് ടു ബി വിഡ്രോൺ ബൈ എ ആൻഡ് ബി. ഗുഡ് വിൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അതിനുശേഷം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ എമൗണ്ടിന്റെ ഹാഫ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്തപ്പോഴുള്ള ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റിന് താഴെ തന്നിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും എന്താണ്? അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? അഡ്മിഷന്റെ സമയത്ത് വന്നിരിക്കുന്ന എല്ലാ ചേഞ്ചസും റെക്കോർഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ചേഞ്ചസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളോട് എന്തൊക്കെയാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്? റെക്കോർഡ് ദ എബൌട്ട് ട്രാൻസാക്ഷൻ, journal entries in the books of the firm, assuming that the profit sharing ratio between A and B has not changed. അതായത് ഈ റെക്കോർഡ് ചേഞ്ച് ചെയ്യുന്നതിന്റെ ഈ ട്രാൻസാക്ഷൻസ് ചേഞ്ച് ചെയ്യുന്നതിന്റെ ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ജേണൽ എൻട്രി എഴുതുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി ഹാസ് നോട്ട് ചേഞ്ച്ഡ്. എയുടെയും ബിയുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്നില്ല. അതായത് അവർ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വന്നിട്ടില്ല. പഴയതുപോലെ തന്നെയാണ് അവർ കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അവരുടെ ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരേണ്ടത്. പ്രിപ്പയർ ദ ന്യൂ ബാലൻസ് ഷീറ്റ് ഓൺ ദ അഡ്മിഷൻ ഓഫ് സി. അതുപോലെ തന്നെ പുതിയ ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളോട് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ജേണൽ എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അറിയണം? റിവാലുവേഷൻ അക്കൗണ്ടിലെ പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയണം. ആ പ്രോഫിറ്റ് എവിടെ റെക്കോർഡ് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം പുതിയ ക്ലോസിംഗ് ബാലൻസ്, ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് അറിയണം. ആ ക്ലോസിംഗ് ക്യാപിറ്റൽ ആയിരിക്കണം ബാലൻസ് ഷീറ്റിൽ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ക്യാഷ് അക്കൗണ്ടിലും ചേഞ്ചസ് വരും. അപ്പൊ ക്യാഷ് അക്കൗണ്ടിലെ ബാലൻസ് ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളതായിരിക്കണം ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. അപ്പൊ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ 3 ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ആദ്യം ജേണൽ വരയ്ക്കാം, റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം. ഇവിടെ ക്യാഷ് അറ്റ് ബാങ്ക് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് വരയ്ക്കാം. അതിന്റെ താഴെ ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അപ്പൊ ഇവിടെ ഞാൻ ജേണൽ വരച്ച് കാണിക്കുന്നില്ല, പക്ഷെ ജേണൽ എൻട്രി ഞാൻ പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജേണൽ വരച്ച് പറയുന്ന ഓർഡറിൽ തന്നെ ജേണൽ എൻട്രി എഴുതിയിരിക്കണം. അതായത് ജേണൽ എൻട്രി ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ ആദ്യം നിങ്ങൾ ജേണൽ വരയ്ക്കാം. അതിന്റെ താഴെ എന്ത് ചെയ്യണം? റിവാലുവേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അതിന്റെ താഴെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാം, ക്യാഷ് അക്കൗണ്ട് വരയ്ക്കാം, ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ലെഡ്ജർ അക്കൗണ്ട്സ് വരച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ടിലെയും ക്യാഷ് അക്കൗണ്ടിലെയും ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കണം എൻട്രി ചെയ്യേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണ്? എക്കും ബിക്കും ആയിരിക്കും ഓപ്പണിംഗ് ബാലൻസ് വരുന്നത്. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 30,000, 16,000. ഇനി ബാങ്ക് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. ബാലൻസ് ബ്രോഡ് ഡൗൺ
26,500. ഇതിനുശേഷം നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ പോയിന്റ് ഉണ്ട് ഈ പ്രോബ്ലത്തിൽ. അതായത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ റിസർവ് ഫണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 4,000. ഈ റിസർവ് ഫണ്ട് എങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഓരോ വർഷത്തെയും അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു പോർഷൻ റിസർവിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്? അൺഎക്സ്പെക്ടഡ് ഇവന്റ്സുകളൊക്കെ വരുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ മാറ്റിവെച്ച എമൗണ്ട് അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഏത് റേഷ്യോയിലായിരിക്കണം? ഓൾഡ് റേഷ്യോയിലായിരിക്കണം. ഇനി 31 ഡിസംബർ 2000 കഴിഞ്ഞപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തപ്പോൾ പഴയ എഗ്രിമെന്റ് ഒക്കെ അവസാനിച്ച് പുതിയൊരു എഗ്രിമെന്റ് നിലവിൽ വരാണ്. അതിന്റെ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നത് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ പേരിൽ ഏതെങ്കിലും റിസർവ്സോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. പിന്നീട് പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പുതിയൊരു റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പൊ അഡ്മിഷന് മുമ്പുള്ള ഈ റിസർവ് ഫണ്ട് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. കാരണം ഈ റിസർവ് ഫണ്ടിൽ ന്യൂ പാർട്ട്ണർക്ക് യാതൊരു അവകാശമില്ല. എന്ന് മുതലാണ് ന്യൂ പാർട്ട്ണർക്ക് ഈ റിസർവ് ഫണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അവകാശങ്ങൾ വന്നു കൊടുക്കുന്നത്? അഡ്മിഷന് ശേഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിസർവ് ഫണ്ടിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നേ ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ അഡ്മിഷന് മുമ്പ് എന്തെങ്കിലും റിസർവ്സ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് അവരുടെ അക്കൗണ്ട് സെറ്റിൽ ചെയ്തിരിക്കണം. ആ റിസർവ് ഫണ്ട് ക്ലോസ് ചെയ്തിരിക്കണം. അപ്പൊ ഇവിടെ ഈ റിസർവ് ഫണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി എന്ന് നോക്കാം. അതായത് ഇവിടെ റിസർവ് ഫണ്ട് ഏത് സൈഡിലാണ്? ലയബിലിറ്റി സൈഡിലാണ്. അതായത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. എന്തുകൊണ്ടാണ് അത് ബിസിനസിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്? ഇത് ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് ആണ്. അത് ഉപയോഗിക്കേണ്ടി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? പാർട്ട്നേഴ്സിന് തിരിച്ചു കൊടുത്തിരിക്കണം. അങ്ങനെ പാർട്ട്നേഴ്സിന് തിരിച്ചു കൊടുക്കേണ്ട കാരണം കൊണ്ടാണ് അതിന്റെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ റിസർവ് ഫണ്ടിന് ഏത് ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ റിസർവ് ഫണ്ടിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റിൽ ഉണ്ടായിരുന്നതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ജേണൽ എൻട്രി എന്ത് വരും? റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ആരാണ്? എയും ബി ആണ് വരുന്നത്. ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:1 ആണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ ജേണൽ എൻട്രി ഏതായിരിക്കണം? റിസർവ് ഫണ്ട് ക്ലോസ് ചെയ്യുന്നതിനുള്ള ജേണൽ എൻട്രി ആയിരിക്കണം. എയുടെ റിസർവ് ഫണ്ട് എത്രയാണ്? 4,000 × 3/4. ബിയുടെ റിസർവ് ഫണ്ട് 4,000 × 1/4. ഇനി ആ ജേണൽ എൻട്രി എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. കാരണം പാർട്ട്നേഴ്സിന് കിട്ടാനുള്ളതാണ്. അപ്പൊ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ റിസർവ് ഫണ്ട് 3,000 1,000. അപ്പോൾ നമ്മളൊരു ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും റിസർവ് ഫണ്ടോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ലോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പുതിയതായിട്ട് പഠിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ റിസർവ് ഫണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ഇനി പുതിയ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഇനി എന്ന് മുതലാണ് എഴുതി തുടങ്ങുക? 1 വർഷം കഴിയുമ്പോൾ. അതായത് അഡ്മിഷന് ശേഷം 1 വർഷം കഴിയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ട് റിസർവ് ഫണ്ടിലേക്ക് മാറ്റിവെക്കും. അന്ന് മുതലാണ് റിസർവ് ഫണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതുള്ളൂ. അതുവരെ ബാലൻസ് ഷീറ്റിൽ റിസർവ് ഫണ്ട് കാണിക്കേണ്ട. ഇനി നമുക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഓരോ ചേഞ്ചസ് റെക്കോർഡ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് വൺ, സി പേസ് ₹10,000 ആസ് ഹിസ് ക്യാപിറ്റൽ. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സീസ് ക്യാപിറ്റൽ. അപ്പോൾ എവിടേക്ക് എൻ്റർ ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണം. പിന്നെ ഏതാണ്? സി പേസ് ₹5,000 ഫോർ ഗുഡ് വിൽ. ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ് വിൽ അക്കൗണ്ട്. അത് ഏത് അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ക്യാഷ് അക്കൗണ്ടിൽ. അപ്പൊ നമുക്കിവിടെ ഈ 2 ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യാം. എവിടേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ കൊണ്ടുവന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക്. സിയുടെ കോളത്തിൽ 10,000 എഴുതി.
ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ക്യാപിറ്റൽ 10,000. അടുത്തത് ഏതാണ്? ഗുഡ് വില് കൊണ്ടുവന്നതിനുള്ള ജേണൽ എൻട്രി ആണ്. എന്തായിരുന്നു? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ അക്കൗണ്ട്. ആ ജേണൽ എൻട്രി എവിടെയാണ് എഴുതേണ്ടത്? ബാങ്ക് അക്കൗണ്ടിൽ മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ. ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഗുഡ് വിൽ 5,000. ഇനി ഈ കൊണ്ടുവന്ന ഗുഡ് വില് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ജേണൽ എൻട്രി വരാം? ഗുഡ് വിൽ അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഗുഡ് വിൽ ഏത് റേഷ്യോയിലായിരിക്കണം? സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കണം. ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ ഓൾഡ് റേഷ്യോ തന്നെയാണ്, 3:1 ആണ്. അപ്പോൾ എക്ക് എത്ര കിട്ടും? 3,750, ബിക്ക് 1,250. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുഡ് വില് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പറഞ്ഞാലും ഇല്ലെങ്കിലും ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ഓഫ് ദി സം ഈസ് വിത്ഡ്രോൺ ബൈ എ ആൻഡ് ബി. അതായത് ആ കൊടുത്ത ഗുഡ് വില്ലിന്റെ ഹാഫ് വിത്ഡ്രോ ചെയ്യാണ്. വിത്ഡ്രോ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി വരാം? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പൊ നിങ്ങളിവിടെ ജേണൽ എൻട്രി എഴുതാം. അതിനുശേഷം ഏത് അക്കൗണ്ടിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എഴുതണം, ക്യാഷ് അക്കൗണ്ടിൽ എഴുതണം. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡിലാണ് എഴുതേണ്ടത്? വിഡ്രോ ചെയ്യുന്ന കാരണം കൊണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതാം. ക്യാഷ് 1,875, 625. ഇതെങ്ങനെ കിട്ടിയത്? ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ എക്ക് 3,750 ആയിരുന്നു, അതിന്റെ ഹാഫ് ആണ് 1,875. ബിക്ക് 1,250 ആയിരുന്നു കിട്ടിയിരുന്നത്, ഡിവൈഡ് ചെയ്തപ്പോൾ 625 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനി നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണം? ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഇവിടെ ക്യാഷ് അക്കൗണ്ട് അല്ല, ബാങ്ക് അക്കൗണ്ട് ആണ് കേട്ടോ എഴുതേണ്ടത്. കാരണം ക്യാഷ് അറ്റ് ബാങ്ക് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, തെറ്റിയതാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് വിഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഏത് സൈഡിൽ എഴുതണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. എ 1,875, ബി 625. അപ്പം നമ്മളിവിടെ ഇത് രണ്ട് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഏതാണ്? സി തൊട്ട് നമ്മളോട് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? അസറ്റ്സ് ലയബിലിറ്റീസ് റീവാലുവേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ചസിനെ കുറിച്ചാണ്. ചേഞ്ചസ് എഴുതുമ്പോൾ നമ്മൾ ഓരോ ജേണൽ എൻട്രിയും സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിന് പകരം, അതായത് ഡിക്രീസ് ചെയ്യുന്ന അസറ്റ്സിൽ ഡിക്രീസ് വരുമ്പോൾ ഓരോ ജേണൽ എൻട്രി സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം വേണമെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്ത് ജേണൽ എൻട്രി എഴുതാം. അപ്പൊ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കി നോക്കാം. ദാറ്റ് സ്റ്റോക്ക് ആൻഡ് ഫിക്ചേഴ്സ് ബി റെഡ്യൂസ്ഡ് ബൈ 10% and a 5% provision for doubtful debts be created on sundry debtors and bills receivable. അതായത് സ്റ്റോക്കും ഫിക്ചേഴ്സും 10% ആണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ഇൻ അസറ്റ്സ് വരുമ്പോൾ ബിസിനസ്സിന് ലോസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 5% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ബി ക്രിയേറ്റഡ് ഓൺ സൺട്രി ഡെറ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ. അതായത് റീവാല്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? സൺട്രി ഡെറ്റേഴ്സിലും ബിൽസ് റിസീവബിളിലും 5% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ ബാഡ് ഡെപ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർ കണ്ടെത്തിയ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ 4 അസറ്റ്സിന്റെ കേസിലും സ്റ്റോക്ക്, ഫിക്ചേഴ്സ്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ 4 അസറ്റ്സിന്റെയും വാല്യൂ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഡിക്രീസ് ഇൻ അസറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിന് ലോസ് ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ 4 അസറ്റ്സ് ഡിക്രീസ് ചെയ്യുന്നതിനുള്ള ഒറ്റ ജേണൽ എൻട്രി എഴുതാം. എന്താ ജേണൽ എൻട്രി വരാം? റീവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ, ടു സ്റ്റോക്ക് അക്കൗണ്ട്, ടു ഫിക്ചേഴ്സ്, ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ടു ബിൽസ് റിസീവബിൾ. ഇനി അതിന്റെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. സ്റ്റോക്ക് എത്രയാണ്? 20,000 ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്നത്. 20,000ന്റെ 10% എന്നത് 2,000 ആണ്. ഫിക്സേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത് 1,000 ആണ്. അതിന്റെ 10% എന്ന് പറയുന്നത് 100 ആണ്. ഇനി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഡെറ്റേഴ്സിനെയും ബിൽസ് റിസീവബിളിലെയും 5% ആണ്. അപ്പൊ ഡെറ്റേഴ്സിന്റെ 16,000 5% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 800 ആയിരിക്കും വരുന്നത്. ബിൽസ് റിസീവബിളിന്റെ 5% എന്ന് പറയുമ്പോൾ 3,000 × 5/100 150. അപ്പോൾ ഈ എമൗണ്ടുകളെല്ലാം നമുക്ക് എൻ്റർ ചെയ്യാം. ആദ്യം നിങ്ങൾ ജേണൽ എൻട്രിയിൽ ഈ എമൗണ്ട് കൊടുക്കുക. അതിനുശേഷം റിവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതുക. റിവാലുവേഷൻ അക്കൗണ്ടിൽ ലോസ് ആയതുകൊണ്ട് ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിലാണ്. സ്റ്റോക്ക് 2,000, ഫിക്ചേഴ്സ് 100, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഓൺ ഡെറ്റേഴ്സ് 800, ബിൽസ് റിസീവബിൾ 150. ഇനി നമുക്കറിയാം ഈ അസറ്റ്സിൽ വരുന്ന ചേഞ്ചസ്
എവിടെയും കൂടി റെക്കോർഡ് ചെയ്തിരിക്കണം, ന്യൂ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. കാരണം പുതിയൊരു ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിന്റെ ലയബിലിറ്റീസിന്റെ വാല്യൂ പ്രസന്റ് വാല്യൂലായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ഈ 4 അസറ്റ്സിന്റെയും വാല്യൂ കാണിക്കുന്നത് നോക്കാം. ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം? സ്റ്റോക്ക് 20,000 മൈനസ് 2,000 18,000, ഫിക്ചേഴ്സ് 1,000 മൈനസ് 100 900, ഡെറ്റേഴ്സ് നമുക്ക് എമൗണ്ട് ഔട്ടർ കോളത്തിൽ എത്രയായിരുന്നു തന്നിരുന്നത്? 16,000 ആയിരുന്നു. അതിൽ നിന്നും പ്രൊവിഷൻ 800 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര വരാം? 15,200. ബിൽസ് റിസീവബിൾ 3,000 മൈനസ് 150 2,850. നെക്സ്റ്റ് വൺ, the value of land and building be appreciated by 20%. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റീവാല്യൂ ചെയ്തപ്പോൾ അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ചെയ്യുക. എത്രയാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? 20% ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ഇൻ അസറ്റ്സ് ആണ്. ഇൻക്രീസ് ഇൻ അസറ്റ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ റീവാല്യൂവേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ എൻട്രി എഴുതേണ്ടത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് അറ്റ് ടു റീവാല്യൂവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ 20% എത്രയാണ്? 25,000 ഇൻറ്റു 20/100 5,000. അപ്പോൾ ഇത് ഇനി എവിടെ എൻ്റർ ചെയ്യണം? റീവാല്യൂവേഷൻ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും എഴുതിയിരിക്കണം. റീവാല്യൂവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 5,000. ഇനി ബാലൻസ് ഷീറ്റിൽ ബിൽഡിങ്ങിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 5,000 പ്ലസ് ചെയ്തിട്ടായിരിക്കണം എഴുതേണ്ടത്. 25,000 പ്ലസ് 50,000 30,000. നെക്സ്റ്റ് വൺ, there being a claim against the firm for damages, a liability to the extent of 1,000 should be created. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലെയിം അഗെയിൻസ്റ്റ് ദ ഫേം ഫോർ ഡാമേജസ്. എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ഈ ഫേം ഗുഡ്സ് സെയിൽ നടത്തി. സെയിൽ നടത്തിയെന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് പിന്നീട് മനസ്സിലാവാണ് അവർ പർച്ചേസ് ചെയ്ത ഗുഡ്സിലെ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് അത് ബിസിനസ്സിലേക്ക് തിരിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവരതിനുള്ള ആ ഡാമേജ് ചെയ്തതിനുള്ള ക്യാഷ് തിരിച്ചു അങ്ങനെ ഗുഡ്സ് ഡാമേജ് ചെയ്യാൻ മൂലം തിരിച്ചു കൊടുത്തത് മൂലം ഫേമിന് കസ്റ്റമേഴ്സിനോട് ഒരു ക്ലെയിം വന്നിട്ടുണ്ട്. എത്ര രൂപയുടെ ക്ലെയിമാണ്? അതായത് ഈ ഡാമേജ് വന്നപ്പോൾ കസ്റ്റമേഴ്സ് ബിസിനസ്സിലേക്ക് വന്നവരുടെ അടുത്ത് ക്യാഷ് തിരിച്ചു ചോദിച്ചു. അതിന്റെ ഭാഗമായി അവർക്ക് ബിസിനസ്സിന് ഒരു ലൈബിലിറ്റി വന്നിട്ടുണ്ട്. എത്ര രൂപയുടെ ലൈബിലിറ്റിയാണ് വന്നിരിക്കുന്നത്? 1,000 റുപ്പീസിന്റെ ലൈബിലിറ്റിയാണ്. ഇത് ആദ്യം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. റീവാലുവേഷന്റെ സമയത്താണ് ഇങ്ങനെ ഒരു ക്ലെയിം ഉള്ളതായി അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ബാലൻസ് ഷീറ്റിൽ ഇല്ലാതിരുന്ന ഒരു പുതിയൊരു ലൈബിലിറ്റി കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ എഴുതാത്ത ലൈബിലിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അൺറെക്കോർഡഡ് ലൈബിലിറ്റി എന്ന് വിളിക്കും. അൺറെക്കോർഡഡ് ലൈബിലിറ്റി വരുമ്പോൾ എന്ത് ഇഫക്റ്റ് ആണ് വരുന്നത്? ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി ആണ്. ഇൻക്രീസ് ഇൻ ലൈബിലിറ്റി ആകുമ്പോൾ ഫേമിന് ലോസ് ആയിരിക്കും. ലോസ് ആണെങ്കിൽ റിവാലുവേഷൻ അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്താ വരാം? റിവാലുവേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ക്ലെയിം അഗെയിൻസ്റ്റ് ദ ഫേം ഫോർ ഡാമേജസ്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ഫോർ ഡാമേജസ്, അങ്ങനെ വേണമെങ്കിലും എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത് എങ്ങനെയാണ്? അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആയതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റ് സൈഡിൽ ലൈബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലെയിം ഫോർ ഡാമേജസ് 1,000. നെക്സ്റ്റ് വൺ, an item of ₹650 included in sundry debtors is not likely to be claimed and hence should be returned back. അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ് നമുക്കിവിടെ എത്രയാ തന്നിരിക്കുന്നത്? 41,500. അപ്പൊ ഇതിൽ റീവാല്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന 650 റുപ്പീസ് ഈസ് നോട്ട് ലൈക്ലി ടു ബി ക്ലെയിംഡ്. ക്രെഡിറ്റേഴ്സ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ബിസിനസിന്റെ കയ്യിൽ നിന്നും 650 റുപ്പീസ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഫേം എന്ത് തീരുമാനിച്ചു? ഇത്രയും എമൗണ്ട് ക്രെഡിറ്റേഴ്സിൽ നിന്നും റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റൈറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തള്ളിക്കളയുക, ആ ലയബിലിറ്റി കുറയുക. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സിൽ ഉണ്ടായിരുന്ന 41,500 അതിൽ നിന്നും 650 മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ഇഫക്റ്റ് ആണ് വരുന്നത്? ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആണ്. ഡിക്രീസ് ഇൻ ലയബിലിറ്റി വരുമ്പോൾ ബിസിനസ്സിന് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആയതുകൊണ്ട് റിവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ജേണൽ എൻട്രി എന്ത് വരും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു
റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് എത്രയാണ്? ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റേഴ്സ് 650. ഇനി എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത് നോക്കാം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 41,500 മൈനസ് 650 40,850. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ ചേഞ്ചസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഓപ്പൺ ചെയ്ത ഓരോ ലെഡ്ജർ അക്കൗണ്ട്സും ക്ലോസ് ചെയ്യണം. ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം ക്ലോസ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ട് ആയിരിക്കണം? റീവാലുവേഷൻ അക്കൗണ്ട് ആയിരിക്കണം. റിവാലുവേഷൻ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നെങ്കിൽ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ആയിരിക്കും. ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നെങ്കിൽ ലോസ് ഓൺ റിവാലുവേഷൻ ആയിരിക്കും. ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ആണ്. എത്രയാണ് പ്രോഫിറ്റ് ഓൺ റിവാലുവേഷനിൽ വരുന്നത്? 1,600 ആണ്. അപ്പോൾ ഇത് അഡ്മിഷന് മുമ്പുണ്ടായിരുന്ന അസറ്റ്സ് ലയബിലിറ്റീസ് റിവാല്യൂ ചെയ്തപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് ആണ്. അതെന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അതായത് 3:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്ക് എത്ര കിട്ടി? 1,200, ബിക്ക് 400. ഇനി ഇത് എവിടെയാണ്? അപ്പോൾ ഇതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? ഇത് പ്രോഫിറ്റ് ആണ്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ബാലൻസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരാം? റീവാലുവേഷൻ അക്കൗണ്ട് ടു A's capital account 1,200, B's capital account 400. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് സൈഡിൽ എഴുതാം? ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. റീവാലുവേഷൻ 1,200, 400. ഇനി അടുത്ത അക്കൗണ്ട് ഏതാണ് ക്ലോസ് ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗുഡ്വിൽ വിഡ്രോ ചെയ്തത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിസർവ് ഫണ്ട് ഉണ്ടായിരുന്നു, അതും ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ബാലൻസ് എത്രയാണ്? A 36,075, B 18,025, C 10,000. അപ്പൊ ഇത് നമുക്ക് എവിടെ എഴുതാം? ബാലൻസ് ഷീറ്റിൽ എഴുതാം. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എയുടെയും ബിയുടെയും എമൗണ്ട് എഴുതി കഴിഞ്ഞു. ഇനി ഏത് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ബാലൻസ് ചെയ്യാനുള്ളത്? ബാങ്ക് അക്കൗണ്ട് ആണ്. ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ പുതിയതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പാർട്ട്നേഴ്സ് ഗുഡ്വില് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഡ്രോ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ് ബാങ്ക് അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്? 39,000. അപ്പൊ ഈ എമൗണ്ട് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ബാങ്ക് 39,000. അഡ്മിഷന് മുമ്പ് എത്രയായിരുന്നു? 26,500 ആയിരുന്നു. ഇപ്പൊ പുതിയ പാർട്ട്ണർ വന്നപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു, ഗുഡ്വില് കൊണ്ടുവന്നു, ഗുഡ്വില്ലിന്റെ ഹാഫ് വിഡ്രോ ചെയ്തു. അപ്പൊ പുതിയ ബാലൻസ് എത്രയാണ്? 39,000 ആണ് വരുന്നത്. ഇനി എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യണം. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും എഴുതാവുന്ന എല്ലാ ഐറ്റംസും എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പഴയ ബാലൻസ് ഷീറ്റിൽ, അതായത് അഡ്മിഷന് മുമ്പ് ബാലൻസ് ഷീറ്റിൽ ഏതെങ്കിലും അസറ്റ്സ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യാത്തത് ഉണ്ടോ എന്ന് നോക്കി നോക്കണം. റീവാല്യൂ ചെയ്യാത്തത് ഉണ്ടെങ്കിൽ, റീവാല്യൂ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതേ എമൗണ്ട് തന്നെ ഇവിടെ ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. അപ്പം നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഉണ്ടോ നോക്കാം. ഇവിടെ ബാലൻസ് ഷീറ്റിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എഴുതി കഴിഞ്ഞതാണ്. റിസർവ് ഫണ്ട് പുതിയ ബാലൻസ് ഷീറ്റിൽ എഴുതില്ല. കാരണം എന്താണ്? അതിലെ എമൗണ്ട് മുഴുവനും ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ക്യാപിറ്റൽ പുതിയ ബാലൻസ് എഴുതി, ക്യാഷ് അറ്റ് ബാങ്ക് പുതിയ ബാലൻസ് എഴുതി, ബാക്കിയുള്ള എല്ലാ അസറ്റ്സും റീവാല്യൂ ചെയ്തപ്പോഴുള്ള ചേഞ്ചസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി റീവാല്യൂ ചെയ്യാത്ത ഒരു അസറ്റ്സും ലയബിലിറ്റീസും ബാക്കിയില്ല. അപ്പം അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 1,05,950. ഇതാണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയതായിട്ട് പഠിച്ചിരിക്കുന്നത് 2 പോയിന്റ് ആണ്. ഒന്ന്, റിസർവ് ഫണ്ട് ഉണ്ടായിരുന്നു. അഡ്മിഷന് മുമ്പ് ബാലൻസ് ഷീറ്റിൽ റിസർവ് ഫണ്ട് ഉണ്ടായിരുന്നു. അതെന്താ ചെയ്തത്? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. കാരണം എന്താണ്? പുതിയ ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്നത്. പുതിയ ബിസിനസ്സിൽ തുടങ്ങി കഴിയുമ്പോൾ മാത്രമാണ് ന്യൂ പാർട്ട്നേഴ്സിന് റിസർവ്സിനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഷെയർ ഓഫ് പ്രോഫിറ്റിനും അർഹതയുള്ളൂ. അഡ്മിഷന് മുമ്പുള്ള എല്ലാ പ്രോഫിറ്റ്സ് റിസർവ്സ് മാർക്ക് കൊടുക്കാനുള്ളതാണ്, ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് അഡ്മിഷന് മുമ്പുള്ള റിസർവ് ഫണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ന്യൂ പാർട്ട്ണർ കൊണ്ടുവന്ന ഗുഡ്വിൽ എന്ത് ചെയ്തു? അതിൻ്റെ ഹാഫ് വിഡ്രോ ചെയ്തു.
ഇത്രയ്ക്കാണ് നമ്മൾ ഇതിൽ പുതിയതായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 65, NCERT exercise 28. Leela and Meeta are partners in a firm sharing profits and losses in the ratio 5:3. On 1st January 2007, they admitted Om as a new partner. On the date of Om's admission, the balance sheet of Leela and Meeta showed a balance of rupees 16,000 in general reserve and 24,000 credit in profit and loss account. Record necessary journal entries for the treatment of this item on Om's admission. The new profit sharing ratio was rupees 5:3:2. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ, ആരാണ് ഓൾഡ് പാർട്ട്നേഴ്സ്? ലീല ആൻഡ് മീറ്റ. അവരുടെ ബാലൻസ് ഷീറ്റിൽ ഏതൊക്കെ അക്കൗണ്ട്സിൽ ബാലൻസ് ഉണ്ടായിരുന്നു? ജനറൽ റിസർവിൽ ബാലൻസ് ഉണ്ടായിരുന്നു. എത്രയാണ്? 16,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഉണ്ടായിരുന്നു. എത്രയാണ്? 24,000. അതിന്റെ ബ്രാക്കറ്റ് എന്താ തന്നിരിക്കുന്നത്? ക്രെഡിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പ്രോഫിറ്റ് ആണെന്നാണ്. ഡെബിറ്റ് ആണെങ്കിൽ ലോസ് ആണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് തന്ന കാരണം കൊണ്ട് നമ്മൾ അതിന് എന്താ എടുക്കേണ്ടത്? പ്രോഫിറ്റ് ആയിട്ടാണ് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിലായിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കാം? ലയബിലിറ്റി സൈഡിലായിരിക്കും. പിന്നെ ജനറൽ റിസർവ് നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ എവിടെയാണ്? ലയബിലിറ്റി സൈഡിലാണ്. അപ്പോൾ ഇവിടെ ജനറൽ റിസർവിനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനും ഏത് ആസ്പെക്ട്സ് ആണ്? ക്രെഡിറ്റ് ആസ്പെക്ട് ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതാണ്. ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ് നമ്മൾ നേരത്തെ പഠിച്ചത്? കഴിഞ്ഞ പ്രോബ്ലത്തിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അഡ്മിഷന് മുമ്പ് എന്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും റിസർവ്സ് ഉണ്ടെങ്കിലും അത് ആർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തോളണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തോളണം. കാരണം എന്താണ്? അഡ്മിഷന് മുമ്പുള്ള റിസർവ്സിനോ പ്രോഫിറ്റിനോ ആർക്ക് അർഹതയില്ല? ന്യൂ പാർട്ട്ണർക്ക് അർഹതയില്ല. ആൾക്ക് എന്ന് തുടങ്ങിയ അർഹതയുള്ളൂ? അഡ്മിഷന് ശേഷമുള്ള റിസർവ്സിന് പ്രോഫിറ്റിന് മാത്രമേ അർഹതയുള്ളൂ. അപ്പൊ അഡ്മിഷന് മുമ്പ് ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആദ്യം നമുക്ക് ജനറൽ റിസർവ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ജേണൽ എൻട്രി എഴുതാം. നമുക്കറിയാം ജനറൽ റിസർവിന് ഏത് ആസ്പെക്ട് ആണ്? ക്രെഡിറ്റ് ആസ്പെക്ട് ആണ്. കാരണം നമ്മളത് ലയബിലിറ്റി സൈഡിലാണ് എഴുതാറ്. അപ്പൊ അത് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ആസ്പെക്ട് കൊടുക്കണം. അപ്പൊ ജേണൽ എൻട്രി എന്ത് വരും? ജനറൽ റിസർവ് അക്കൗണ്ടഡ് ടു ലീലാസ് ക്യാപിറ്റൽ ടു മീറ്റാസ് ക്യാപിറ്റൽ. ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? ഓൾഡ് റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. ഓൾഡ് റേഷ്യോ എത്രയാണ്? 5:3 ആണ്. അപ്പൊ ലീലാസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര എഴുതേണ്ടത്? 16,000 into 5/8 10,000. മീറ്റാസ് ക്യാപിറ്റൽ 16,000 into 3/8 6,000. ഇനി നമുക്കറിയണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി എന്ന്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റ് ആസ്പെക്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. ബാലൻസ് ഷീറ്റിൽ എവിടെയായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക? ലയബിലിറ്റി സൈഡിലാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണെന്നാണ് അർത്ഥം. അത് ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലായിരിക്കും. അപ്പൊ അത് ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിന് ഡെബിറ്റ് ആസ്പെക്ട് കൊടുക്കണം. അപ്പൊ ജേണൽ എൻട്രി എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ലീലാസ് ക്യാപിറ്റൽ ടു മീറ്റാസ് ക്യാപിറ്റൽ 5:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ലീലയ്ക്ക് കിട്ടുന്നത് 15,000, മീറ്റ 9,000. അസറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തരുന്നെങ്കിൽ അതിന് ഏത് ആസ്പെക്ട് ആയിരിക്കും? ഡെബിറ്റ് ആസ്പെക്ട് ആയിരിക്കും. ഡെബിറ്റ് ആസ്പെക്ട് ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവിടെ ലോസ് ആണ്. ലോസ് വരുമ്പോൾ ജേണൽ എൻട്രി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് വരിക. എന്താ ജേണൽ എൻട്രി വരിക? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് കൂടുതലായിട്ട് പുതിയതായിട്ട് പഠിച്ചത് എന്താണ്? ബാലൻസ് ഷീറ്റിൽ ഓൾഡ് ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവും പ്രോഫിറ്റും ലോസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. Next one, question number 66, NCERT exercise 29. Amit and Vinay are partners in a firm sharing profits and losses in 3:1 ratio. On 1st January 2007, they admitted Ranjan as a partner. On Ranjan's admission, the profit and loss account of Amit and Vinay showed a debit balance of rupees 40,000. Record necessary journal entries for the treatment of the same. ഇവിടെ അമിത് ആൻഡ് വിനയ് ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:1 ആണ്. പുതിയ പാർട്ണറായ രഞ്ജനെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിഷന്റെ സമയത്ത് അമിത്തിന്റെയും വിനയുടെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നു. എത്രയാണ്? 40,000. അപ്പൊ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിലായിരിക്കും? അസറ്റ് സൈഡിലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ലോസ് ആണെന്നുള്ളതാണ്. അപ്പൊ അഡ്മിഷന് മുമ്പുള്ള ലോസ് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ജേണൽ എൻട്രി എന്ത് വരും? ലോസ് ആവുമ്പോൾ ക്യാപിറ്റൽ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ജേണൽ എൻട്രി എന്താ?
ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടുത്തെ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? അമിത് ആൻഡ് വിനയ്. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്താണ്? അമിത് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 30,000, വിനയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 10,000, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 40,000. ഇവിടുത്തെ ഓൾഡ് റേഷ്യോ ഏതാണ്? 3:1. അപ്പോൾ ലോസ് വരുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ജനറൽ റിസർവ് വരുമ്പോൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ജേണൽ എൻട്രി? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്.